തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് നാലംഗ കുടുംബം ഒഴുക്കിൽപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട ഒരാളെ കണ്ടെത്തി. മറ്റുള്ളവർക്കായി ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ തുടരുകയാണ്. സൂരജ് സജി ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സൂരജ്, ഈ കണ്ടെത്തിയ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റുള്ളവർക്കായി തിരച്ചിൽ നടക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഈ കണ്ടെത്തിയ ആളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ചെറുതുരുത്തി പൈങ്കുളത്ത് ഈ നാലംഗ കുടുംബം കുളിക്കാൻ ഇറങ്ങുന്നത്. 10 വയസ്സുള്ള സറ, അതോടൊപ്പം തന്നെ കബീർ, ഷാഹിന എന്നിവർ ഒരു കുടുംബമാണ്. അവരുടെ സഹോദരിയുടെ മകനാണ് ഈ സനു എന്ന് വിളിക്കുന്ന ഫുവാത്ത്. അങ്ങനെ ഈ 4 പേർ കുളിക്കാൻ ഇറങ്ങുന്നു. ഇതിനിടയിൽ കുട്ടികളിൽ ഒരാൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കബീറും ഷാഹിനയും അടക്കം ഈ നാലംഗ കുടുംബം പിന്നീട് ഒഴുക്കിൽപ്പെട്ട് കാണാതാകുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലും പിന്നീട് ചെറുതുരുത്തി ഫയർഫോഴ്സിന്റെയും എല്ലാം നേതൃത്വത്തിൽ വലിയ തിരച്ചിലാണ് നടത്തുന്നത്. ചെറുതുരുത്തി ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഷൊർണൂർ ഫയർഫോഴ്സും മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തിരച്ചിൽ നടത്തുന്നു. പക്ഷേ ഈ 4 മണിക്കുണ്ടായ അപകടത്തിൽ ആദ്യഘട്ടത്തിൽ ആരെയും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ഈ ഷാഹിനെ അവിടെ നിന്ന് കണ്ടെത്തുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഷാഹിനയുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഈ സറയ്ക്കും 10 വയസ്സുള്ള സറ എന്ന കുട്ടിക്ക് വേണ്ടിയും കബീറിനും അതോടൊപ്പം തന്നെ ഫുവാത്ത് എന്ന കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലും നിലവിൽ ഊർജിതമായി തുടരുകയാണ്. ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് നിലവിൽ ഈ ഭാരതപ്പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. സമീപത്തെ ബന്ധുവീട്ടിൽ, അതായത് ഈ ഫുവാത്തിന്റെ വീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു ഈ കുടുംബം. അതിനിടയിലാണ് ഇന്ന് 4 മണിയോടുകൂടി ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തുന്നതും പിന്നീട് അപകടത്തിൽപ്പെടുന്നതും. ചെറുതുരുത്തി സ്വദേശികൾ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ട 4 പേരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. 3 പേർക്കായി ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. കണ്ടെത്തിയ ആളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ചെറുതുരുത്തിയിലാണ് ഇത്തരത്തിൽ കുളിക്കാനിറങ്ങിയ സംഘം ഒഴുക്കിൽ പെട്ടത്.